എൻ്റെ സ്റ്റോറി ഭയങ്കര പ്രീഷ്യസാണ് അല്ലേ. എൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ അത് എൻ്റെ മാത്രമാണ്. എൻ്റെ അച്ഛൻ ഡിഫറെൻറ്റാണ്, എൻ്റെ അമ്മ ഡിഫറെൻറ്റാണ്, ഞാൻ വളർന്നു വന്ന രീതി ഡിഫറെൻ്റാണ്. അപ്പോൾ ആ സ്റ്റോറീനെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ട് ആ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതും എൻ്റെ ചുമതലയാണ്. ഫാമിലി എന്നുള്ള സപ്പോർട്ടോ കെയറോ ഒക്കെ കിട്ടാതെ വരുമ്പോഴാണ്, പ്രത്യേകിച്ച് ഈ ടീനേജേഴ്സിലും അഡോൾസൻസ് ആ ഏർലി ഏജിലുള്ള കുട്ടികളാണ് ഇതുപോലത്തെ ടാർഗറ്റിലൊക്കെ പെടുന്നത്. 2000 മുതൽ ജനിച്ച കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവർ കണ്ട വേൾഡ് എന്താണ്? അന്നു മുതൽ മൊത്തം മൊബൈലിലാണ്. അതെ, എനിക്കിപ്പം ഒരാളോട് ദേഷ്യം തോന്നി, ആ മൊമെൻറ്റിൽ ഞാനങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ്. ആ ബ്ലോക്ക് ചെയ്യുമ്പോഴേ നമുക്കിപ്പം നേരത്തെ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു ഫ്രണ്ടിനോട് നമ്മൾ പിണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുവാണ് റിയലായിട്ട് ആ ആളിലുള്ള ചേഞ്ചസും, ആ ആൾ സാഡായിട്ടുള്ളതും അപ്സെറ്റ് ആയിട്ടുള്ളതും എല്ലാം നമ്മൾ കാണുക. അല്ലെങ്കിൽ ഒരാൾ നമ്മൾ കാരണം വിഷമിക്കുന്നു, തിരിച്ച് കാണുന്നു, നമ്മളൊരു 3 ദിവസമൊക്കെ ജാഡേറ്റൊക്കെ നടത്തും അല്ലേ. 4ാമത്തെ ദിവസം നമ്മൾ ചെന്ന് സോറി പറയും. അത് റിയലായിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ ആ ബ്ലോക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ റീസെൻ്റ്ലി നമ്മളെല്ലാം ടെറിഫൈഡ് ആയിട്ട്, അല്ലെങ്കിൽ ഞെട്ടിച്ചൊരു ന്യൂസായിരുന്നു. സ്കൂൾ കുട്ടികൾ തന്നെ ക്ലാസ്മേറ്റിനെ ഗ്രൂപ്പായിട്ട് പോയിട്ട് കൊന്നത് അറിയാലോ. റീസെൻ്റ്ലി വലിയൊരു ന്യൂസായിരുന്നു. ഇപ്പോൾ അതൊക്കെ സംഭവിച്ചതാണ് വാട്സപ്പ് ചാറ്റുകളാണ്. അവൻ്റെ കണ്ണിൽ നമ്മൾ ഇടിച്ചപ്പം അവൻ്റെ ജീവൻ പോയത് ഞാൻ കണ്ടതാണ്. അതൊക്കെ പ്രൗഡായിട്ട്, അതായത് ഞാനാണ് ഇടിച്ചത്, ഞാനാണ് ആ ഇടി കൊടുത്തത്, ഇതെല്ലാം വാട്സപ്പ് ചാറ്റുകളാണ്. അപ്പോൾ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആ കുട്ടികൾക്ക് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എംപതി അത് നിലനിൽക്കുന്നുമില്ല. നമ്മൾ പറയുമല്ലോ, ലോകത്തെ നമ്മൾ പെർസീവ് ചെയ്യുന്ന 5 സെൻസസിൽ കൂടെ വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക്, ഓൾഫാക്ടറി, ഗസ്റ്ററ്ററി പറയും. കാണുക, കേൾക്കുക, ടേസ്റ്റ് ചെയ്യുക, സ്മെല്ല് ചെയ്യുക, ടച്ച് ചെയ്യുക. അപ്പം നമ്മൾ തമ്മിൽ ഇരിക്കുമ്പോൾ ഇപ്പം ഹിമയോട് എനിക്ക് എന്തോ ദേഷ്യമുണ്ട്, അത് ഞാൻ കാണുവാണ്. ഹിമയുടെ ബോഡി ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഹിമ പറയുന്ന എന്തോ ഞാൻ കേട്ടു, അത് കേട്ടിട്ട് ഞാൻ അപ്പം തന്നെ റിയാക്ട് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക, അല്ല റിയാക്ട് ചെയ്യുക. അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ചോയ്സസ് ഉണ്ട് അല്ലേ. നമുക്ക് ചോയ്സസ് ഉണ്ട്. അതിനെ എന്തെങ്കിലും എനിക്ക് ഇഗ്നോറൻസ് ആയിട്ട് എടുക്കാം, അതേവൈസ് എനിക്ക് നോക്കാം എന്തുകൊണ്ടായിരിക്കാം ഹിമ അത് പറഞ്ഞതെന്നുള്ളത്. അതെൻ്റെ ലോജിക്കൽ സൈഡ് ഓഫ് ദ ബ്രെയിൻ. എംപത്തറ്റിക് ലെവൽ ഓഫ് എന്ത് ഇമോഷനിൽ കൂടെ ആയിരിക്കാം ഹിമ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഇതിന് ദേഷ്യപ്പെടുവാണോ വേണ്ടത്, അങ്ങനെ പല രീതിയിൽ എനിക്ക് ചോയ്സ് ഉണ്ടെന്നുള്ളത് ഞാൻ മറന്നുപോയി. ഇൻറ്റേർണലി ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ പഠിച്ചത്, എൻ്റെ വാല്യൂ സിസ്റ്റം എല്ലാം എനിക്ക് ഉപയോഗിക്കാം. പക്ഷേ മനുഷ്യൻ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ്ട്രീമാണ്. അതായത് ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്യുക. ഞാൻ എന്തോ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ ചെയ്തു, തിരിച്ചങ്ങ് അതേ ബിഹേവിയർ തിരിച്ച് കാണിക്കുക.